നമസ്കാരം. KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. സിന്ധു കരാർ പുനഃസ്ഥാപിക്കണമെന്ന് പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയോട് വീണ്ടും അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ. മരവിപ്പിച്ച കരാർ പുനഃസ്ഥാപിക്കണം എന്നാണ് പാകിസ്ഥാൻ്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ജലശക്തി മന്ത്രാലയത്തിന് പാകിസ്ഥാൻ വീണ്ടും കത്ത് നൽകി. കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നുവെന്നാണ് കത്തിൽ പറയുന്നത്. മെസ്സിയെ വരവേൽക്കുന്ന കാര്യത്തിൽ സർക്കാരിന് പങ്കില്ല. കായിക മന്ത്രിയുടെ പ്രതികരണം. അർജന്റീന ഫുട്ബോൾ ടീമും ക്യാപ്റ്റൻ ലയണൽ മെസ്സിയും കേരളത്തിലേക്ക് വരാത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്പോൺസർക്കെന്ന് കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ. മെസ്സിയെ കൊണ്ടുവരുന്നത് സർക്കാരല്ല, സ്പോൺസറാണെന്നും മന്ത്രി പറഞ്ഞു. മെസ്സിയും ടീമും കേരളത്തിലെത്തുമെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ടീം കേരളത്തിലെത്തിയേക്കില്ലെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരത്ത് സ്കൂട്ടർ ഷോറൂമിൽ വൻ തീപിടുത്തം. തലസ്ഥാനത്ത് PMGയിലെ സ്കൂട്ടർ ഷോറൂമിൽ വൻ തീപിടുത്തമുണ്ടായി. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. അഗ്നിരക്ഷാ സേനയുടെ 10 സംഘങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കോഴിക്കോടും അതോടൊപ്പം തീപിടുത്തം. പേപ്പർ കൂമ്പാരങ്ങളുള്ള കടയിൽ തീ പടർന്ന് ഷെഡ് കത്തി നശിച്ചു. കോഴിക്കോട് കൊളങ്ങര പീടികയിൽ പേപ്പർ അവശിഷ്ടം സൂക്ഷിച്ചിരുന്ന കടയ്ക്ക് തീപിടിച്ചു. ഇക്കോ പേപ്പേഴ്സ് ആൻഡ് സ്ക്രാപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ ഷെഡിലാണ് തീപിടിച്ചത്. അടിമാലിയിൽ വിനോദസഞ്ചാരികളുടെ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചു. 2 യുവാക്കൾക്ക് ഗുരുതരമായ പരിക്ക്. ഇടുക്കി അടിമാലിയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 2 പേർക്ക് പരിക്കേറ്റത്. കാറിൽ സഞ്ചരിച്ച യുവാക്കൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. രാജ്യത്ത് കോവിഡ് കേസുകൾ 5000 കടന്നു. ഇതോടെ ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ 5364ആയി. 498 പേർക്കാണ് രാജ്യത്ത് ഇന്നലെ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 4 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 74 വയസ്സുകാരിയും 79 വയസ്സുകാരനുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ കോവിഡ് ബാധിച്ചത് 192 പേർക്കാണ്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോവിഡ് കേസുകളിൽ 31% കേരളത്തിലാണ്. തിരുവനന്തപുരം ശ്രീ ചിത്രയിൽ തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ നടത്തില്ല. ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നും ഇല്ലാത്തതിനാൽ തിരുവനന്തപുരം ശ്രീ ചിത്രയിൽ ഗുരുതര പ്രതിസന്ധി. വരുന്ന തിങ്കളാഴ്ച മുതൽ ശ്രീ ചിത്രയിൽ ശസ്ത്രക്രിയ നടത്തില്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഡിജിപിൻ അവതരിപ്പിച്ച് ഇന്ത്യ പോസ്റ്റ്. പിൻ കോഡുകളോട് വിട. പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം തപാൽ വകുപ്പ് അവതരിപ്പിച്ചു. ഡിജിപിൻ എന്നറിയപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ മേൽവിലാസങ്ങളുടെ കൃത്യമായ സ്ഥാനം തിരിച്ചറിയാൻ സാധിക്കും. നിലവിൽ ഉപയോഗിക്കുന്ന പിൻ കോഡുകളുടെ പോരായ്മകളെല്ലാം മാറ്റിയാണ് ഡിജിപിന് അവതരിപ്പിക്കുന്നത്. ലൊക്കേഷൻ തിരിച്ചറിയാൻ ഡിജിപിന്നിലൂടെ വളരെ സഹായകമാകുമെന്നാണ് തപാൽ വകുപ്പ് അവകാശപ്പെടുന്നത്. 64,575 ടൺ മാലിന്യം സംസ്ഥാനത്തിൽ നിന്ന് നാടുകടത്തി. സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ 1 വർഷത്തിനിടെ നീക്കം ചെയ്തതാണ് 64,575 ടൺ മാലിന്യം. 2024 ജൂൺ മുതൽ ഈ വർഷം മെയ് വരെയുള്ള കാലയളവിൽ ക്ലീൻ കേരള കമ്പനിയാണ് 40,000-ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി വിവിധ തരത്തിൽപ്പെട്ട 6.45 കോടി കിലോ മാലിന്യം സംസ്ഥാനത്തിൽ നിന്ന് ശേഖരിച്ചത്. ഇവ സംസ്കരണത്തിനായി കേരളത്തിനകത്തും പുറത്തുമുള്ള കമ്പനികൾക്ക് കൈമാറി. ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ജമ്മു കാശ്മീരിലെ കത്രിയിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമാകും. കത്ര മുതൽ ശ്രീനഗർ വരെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകളും ഫ്ലാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.